ഏവർക്കും സ്വാഗതം, വെൽക്കം. ഈ വീഡിയോയിൽ വേദപുസ്തകത്തെ നാം വായിക്കുമ്പോൾ, പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഓരോ അംശത്തിൻ്റെയും, പ്രത്യേകിച്ച് യേശുവിൻ്റെ പഠിപ്പീരുകളുടെ ഓരോ അംശത്തെയും എത്രമാത്രം സമകാലീന യാഥാർത്ഥ്യങ്ങളോടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അവസ്ഥകളോടുമുള്ള ബന്ധത്തിൽ, അതായത് ജൈവ ബന്ധത്തിൽ, ഓർഗാനിക് റിലേഷൻഷിപ്പിൽ മനസ്സിലാക്കുകയും അത് മനുഷ്യജാതിയുടെ ആകമാനമായ അവസ്ഥയോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുകയും ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം എന്ന നിലയിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം എൻ്റെ അഭിപ്രായത്തിൽ യേശു നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 5-ഓ 6-ഓ പ്രസ്താവനകൾ എടുത്താൽ അതിൽ ഈ ഭാഗം തീർച്ചയായും ഉൾപ്പെടും. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. യേശു തൻ്റെ ഇഹലോക ശുശ്രൂഷയുടെ ഏറ്റവും പരമപ്രധാനമായ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ലക്ഷ്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധ അർഹിക്കുന്നതാണ്. ആയിരക്കണക്കിന്, 10,000-കണക്കിന് ക്രിസ്ത്യാനികൾക്ക് ഈ വാക്യം മനഃപ്പാഠം അറിയാം. എങ്കിലും അതിൻ്റെ അർത്ഥവും ആഴവും വ്യാപ്തിയും എത്ര പേർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കുവാൻ ഈ വീഡിയോയുടെ ഉള്ളടക്കം നമ്മെ സഹായിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ സാദരം ക്ഷണിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇതിനായി തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സിൽ മാത്രം കേന്ദ്രീകരിച്ച് ഈ വിഷയത്തെ പിന്തുടർന്നു പോയാൽ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നതുകൊണ്ട് ഞാൻ ഇനിയും ശിഷ്ടമുള്ള സമയം ക്യാമറയുടെ ലക്ഷ്യം അവിടെ നോട്ട്സിൽ മാത്രം ഒതുക്കി നിർത്തും എന്നീ തരുണത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ യേശു പറഞ്ഞു, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. ഇനി നാം മനുഷ്യ ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട, എപ്പോഴും ഓർത്തിരിക്കേണ്ട, എന്നാൽ എല്ലാവരും അവഗണിക്കുന്ന ഒരു അടിസ്ഥാന പ്രമാണം അല്ലെങ്കിൽ സത്യം ആദ്യമേ തന്നെ ഞാൻ വെളിപ്പെടുത്തട്ടെ, അല്ലെങ്കിൽ അടയാളപ്പെടുത്തട്ടെ. അതെന്താണ്? ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ 2 കഷണങ്ങളായി, 2 ഭാഗങ്ങളായി നമുക്ക് വേർതിരിക്കാം. ഒന്ന്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം. 2, ജീവിക്കാൻ കഴിയാതെ പോയ ജീവിതം. നാം അല്പം ഒന്ന് മനസ്സ് തുറന്ന് സത്യത്തെ ഉൾക്കൊള്ളുവാനുള്ള മനസ്ഥിതിയിൽ ഞാൻ ഈ പറഞ്ഞ ആശയം ഒന്ന് പരിഗണിക്കുമെങ്കിൽ ഇത് വളരെ വളരെ അർത്ഥവത്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ലൈഫ് can be seen in 2 parts. 1, the life that you have lived. Number 2, the life that you failed to live, or the life that you did not live. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അതിൻ്റെ 2 ഭാഗങ്ങളായി നാം മനസ്സിലാക്കണം. തീർച്ചയായും ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തി പോലും എൻ്റെ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് അവകാശപ്പെടുവാൻ സാധ്യമല്ല. അങ്ങനെ ഒരു അവകാശം എനിക്കില്ല, അത്രമാത്രം എനിക്ക് പറയാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് സത്യസന്ധമായ ഒരു സമീപനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. ഇനി ഇതൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അപ്പം അതുകൊണ്ടാണ് ദൈവം ഇപ്രകാരം മനുഷ്യൻ്റെ അവസ്ഥയിൽ ഇടപെടൽ നടത്തേണ്ട ആവശ്യമുണ്ട്. അവർക്ക് ജീവനുണ്ടാകുവാനും 2 കാര്യം പറയുന്നുണ്ട്. ജീവനുണ്ടാകുക, 2 സമൃദ്ധമായ ജീവനുണ്ടാകുക. ജീവനുണ്ടായിട്ട് മാത്രമല്ല എൻ്റെ സമൃദ്ധി പ്രാപിക്കാൻ സാധ്യമാകുകയുള്ളൂ. നാം യഥാർത്ഥത്തിൽ
ജീവിക്കുന്നു പോലുമില്ല. ജീവിക്കുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ നാം മരിച്ച അവസ്ഥയിലാണ്, ജീർണിച്ച അവസ്ഥയിലാണ്. സർദീസിലെ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ പറയുന്നത്, നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇതിൻ്റെ ചില വശങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവർ ചെയ്യുന്ന ജോലി, എല്ലാവരും ജോലിക്ക് വേണ്ടി കാത്തിരിക്കും, ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും. ജോലി കിട്ടിയില്ലെങ്കിൽ വലിയ നിരാശ തോന്നും, കുണ്ഠിതത അനുഭവിക്കും. പക്ഷേ ഈ ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവർക്ക് അനുയോജ്യമല്ലാത്ത, അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയോട് ഇണക്കമില്ലാത്ത ജോലിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ജോലിയും അവരും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. ഇത് അവരുടെ ജീവിതത്തെ നന്നേ ബാധിക്കുന്ന കാര്യമാണ്. യാന്ത്രികമായി ഓരോ ദിവസവും പോയി ചുമതല നിർവഹിച്ച് വീട്ടിൽ വരുന്നു എന്നല്ലാതെ അതിനപ്പുറത്തൊന്നും നടക്കുന്നില്ല എന്നത് ബഹുഭൂരിപക്ഷം ആളുകളുടെയും അനുഭവമാണ്. ഒന്ന്. രണ്ടാമത്, ഈ ലോകത്തിൽ വളരെ അനേകം ആളുകളും അവർ പുലർത്തുന്ന ബന്ധങ്ങളിൽ വളരെയധികം കയ്പ് അനുഭവിക്കുന്നവരാണ്. ദൈവം നമുക്ക് ബന്ധങ്ങൾ നൽകുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ ആ ഒരു സന്തോഷം, ആ ഒരു സ്വാതന്ത്ര്യം, ആ ഒരു ആരോഗ്യം നിറഞ്ഞു നിൽക്കുന്ന സ്നേഹബന്ധങ്ങൾ, മാനുഷിക ബന്ധങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ നന്നേ കുറവാണ്. അനേക കാരണങ്ങളുണ്ട്, അതൊന്നും ഞാൻ ഇപ്പോൾ വിശദീകരിക്കാൻ പോകുന്നില്ല. മൂന്നാമതായി, ക്രിസ്ത്യാനികൾ പൊതുവായി സഭയിൽ പോകുന്നു, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നൊക്കെ പറയുമ്പോഴും ആരാധനയുടെ മധ്യത്തിൽ യഥാർത്ഥത്തിൽ ആരാധനയിൽ ഉണ്ടാകേണ്ട ആത്മീയമായ ആവേശം അനുഭവിക്കുന്ന ആളുകൾ നന്നേ കുറവാണ്. എന്നാൽ ഉറക്കം തൂങ്ങിയ മട്ടിലാണ്. ഏതോ ഒരു കടമ നിർവഹിക്കുന്നു, അത് എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ ആമേൻ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോകാം എന്ന അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും. ആരാധന എന്ന് പറയുന്ന ദൈവത്തിന് കൊടുക്കാനുള്ള ടാക്സ് കൊടുത്ത് മടങ്ങിപ്പോകുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നാലാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരെ പറ്റി തന്നെ വൈക്ലഭ്യം, ഇച്ഛാഭംഗം, നിരാശ, അപകർഷതാബോധം അനുഭവിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ്? അവരുടെ വ്യക്തിത്വത്തിൻ്റെ സാധ്യത, അവർക്ക് ദൈവം നൽകിയ ജീവിതത്തിൻ്റെ ഏറ്റവും വിലയേറിയ ഭാഗങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞല്ലോ എന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും സമയം നന്നേ വൈകിയിരിക്കും, രാത്രിയായി പോകും, പിന്നൊന്നും ചെയ്യാനും കഴിയില്ല. പിന്നെ ആകെപ്പാടെ നടക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള കുണ്ഠിതം അല്ലെങ്കിൽ നിരാശ കൊണ്ട് ജീവിക്കുക, അങ്ങനെയാണ്. പിന്നെ നമുക്കറിയാം, ഈ ലോകത്തിൽ പ്രത്യേകിച്ച് ആധുനിക യുഗത്തിലെ രണ്ട് വലിയ മഹാമാരികളാണ് ആങ്സൈറ്റി ആൻഡ് ബോർഡും. ആധുനിക മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റി എഴുതിയിട്ടുള്ള എല്ലാ ചിന്തകരും പറയുന്നത് ദ ടു മോഡേൺ എപ്പിഡമിക്സ് ആർ ബോർഡം ആൻഡ് ഡിപ്രഷൻ. അതെന്താണ്? ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ബോർഡം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് മനുഷ്യൻ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ സാധ്യതകളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താത്ത അവസ്ഥയിൽ അനുഭവിക്കുന്ന ആന്തരികമായ ഒരു അങ്കലാപ്പാണ് ഈ ബോർഡമെന്നും ഡിപ്രഷൻ എന്നും ആങ്സൈറ്റി എന്നും ഒക്കെ നമ്മൾ പറയും. അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ ബോധ മനസ്സിൽ നിന്നതിനെ ഒഴിവാക്കാൻ നാം ശ്രമിക്കുമെങ്കിലും നമ്മുടെ അവബോധ മനസ്സിൽ ഇത് നമ്മെ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഒരു ഉദാഹരണം, പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായിരുന്ന കാൾ യുങ്ങിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചത് ഇത്തരത്തിൽ ഞാൻ ഓർത്ത് വരികയാണ്. അദ്ദേഹം ഒരു ട്രെയിൻ യാത്രയിലായിരുന്നപ്പോൾ രണ്ട് പട്ടാളക്കാരെ അദ്ദേഹം അവിടെ സഹയാത്രികരായി കണ്ടു. ഒരാൾ സീനിയറാണ്, മറ്റേയാൾ ജൂനിയറാണ്. സീനിയറായ പട്ടാളക്കാരന് ഒരു വലിയ ഉദ്യോഗസ്ഥനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം അദ്ദേഹം ഒരു ജനറലായിരുന്നു. ആ ജനറലിൻ്റെ അഡ്ജ്യൂട്ടൻ്റ് ആയിരുന്നു മറ്റേ യുവാവായ സൈനികൻ. അപ്പം അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത് കാൾ യുങ്ങിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഈ മൂത്ത ആൾ, അത് ജനറൽ, അദ്ദേഹത്തിൻ്റെ അഡ്ജ്യൂട്ടൻറ്റിനോട് പറയുകയാണ്, മനുഷ്യൻ ഇങ്ങനെ ഈ പ്രായത്തിലും സ്വപ്നം കാണുന്നത് അത്ര ശരിയാണോ? ഇതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ അദ്ദേഹം കണ്ടൊരു സ്വപ്നം ഈ അഡ്ജ്യൂട്ടൻറ്റിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വപ്നം ഇങ്ങനെയാണ്, അദ്ദേഹം ഒരു യുവാവായിരുന്നപ്പോൾ
അദ്ദേഹത്തിൻ്റെ ആർമി പരേഡ് പരിശോധിക്കാനായി അന്നത്തെ കമാൻഡർ ഇൻ ചീഫ് വന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തരെയും പരിശോധിച്ച് വന്ന് നമ്മുടെ ഇപ്പോഴത്തെ ജനറലിൻ്റെ അടുത്ത് വന്നപ്പോൾ, അപ്പോൾ ജനറൽ വിചാരിച്ചു അദ്ദേഹം ആർമി സംബന്ധമായ എന്തെങ്കിലും ചോദിച്ചു എന്നോട് ചോദിക്കും എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ആ കമാൻഡർ ഇൻ ചീഫ് ഇദ്ദേഹത്തോട് ചോദിച്ചത്, സൗന്ദര്യം എന്നാൽ എന്താണ്, അതിൻ്റെ നിർവചനം നിനക്കറിയാമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് ഈ കമാൻഡർ ഇൻ ചീഫ് ഇയാളെ വിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന വളരെ യുവാവായ ഒരു മനുഷ്യനോട് ചോദിച്ചു, നിനക്കറിയാം? അതിൻ്റെ ഉത്തരം പറഞ്ഞു. ഇതാണ്. അപ്പോൾ അത് കേട്ട ഇപ്പോഴത്തെ ജനറലിന് കാര്യമായ ഇച്ഛാഭംഗം തന്നെ പറ്റിയുള്ളൊരു വൈക്ലഭ്യം അനുഭവിച്ചു. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന്, അപ്പോൾ കാർൽ യുങ് ഒരു സൈക്കോളജിസ്റ്റാണ് എന്നൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, ഒരു സഹയാത്രികനാണല്ലോ. അവരോട് ചോദിച്ചു, ഇങ്ങനെ സ്വപ്നങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ, ഞാനീ കാണുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞുണ്ടല്ലോ. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ കണ്ട സ്വപ്നത്തിൽ നിങ്ങളുടെ അടുത്ത് വന്ന കമാൻഡർ ഇൻ ചീഫ് ചോദിച്ചു, നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നിങ്ങൾ തൊട്ടടുത്ത് നിന്ന യുവാവായ മനുഷ്യൻ തക്കതായ മറുപടി കൊടുത്തു, അത് നിങ്ങളെ നന്നേ നാണിപ്പിച്ചു. ഇതാണല്ലോ നിങ്ങൾ കണ്ടത്. ആ യുവാവും നിങ്ങളുടെ തൊട്ടടുത്ത് നിന്ന യുവാവ്, നിങ്ങൾ സ്വപ്നത്തിൽ കണ്ട യുവാവ് നിങ്ങളും തമ്മിൽ വല്ല സാമ്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അയ്യോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സ്വപ്നത്തിൻ്റെ അർത്ഥം ഇത്രമാത്രമാണ്. നീ ഒരു യുവാവായിരുന്നപ്പോൾ, ഒരുപക്ഷെ മേജറോ വല്ലതും ആയിരുന്ന സമയത്ത് നിനക്ക് നല്ല കലാബോധമുണ്ടായിരുന്നു, സൗന്ദര്യബോധമുണ്ടായിരുന്നു. പക്ഷേ ഈ ആർമിയോടുള്ള നിൻ്റെ ഈ വലിയ താല്പര്യം കൊണ്ട് നീ നിൻ്റെ കലാജീവിതത്തെയും സൗന്ദര്യബോധത്തെയും നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിച്ചതിൻ്റെ ഫലമായി നീ ഏറ്റവും വലിയൊരു ഡിസിപ്ലിനറിയനായി. എല്ലാവരെയും ചൊൽപ്പിടിക്ക് നിർത്തുക, ആവശ്യമില്ലാതെ താഴെയുള്ള ആളുകളെ ശകാരിക്കുക, അങ്ങനെ താനൊരു വലിയ അധികാരമുള്ള ആളാണെന്ന് എല്ലാവരെയും സ്ഥാപിക്കുക. ഇങ്ങനെയൊക്കെ താൻ ചെയ്തത് ഉള്ളിലുള്ള ഇച്ഛാഭംഗത്തെ ഒന്ന് കുറച്ച് കിട്ടാനായിട്ടാണ്. നിന്റെ ഉള്ളിലുള്ള ശ്വാസം മുട്ടൽ അല്പം ഒന്ന് ശമിപ്പിക്കാനായിട്ടാണ് നീ ഇങ്ങനെ ഒരു വേഷം കെട്ടിയത്. യഥാർത്ഥത്തിൽ നീ ആ കലാബോധമുള്ള, ആ കലയോട് സ്നേഹമുള്ള, സൗന്ദര്യബോധമുള്ള, മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ നിന്റെ ഇപ്രകാരമുള്ള തിരഞ്ഞെടുപ്പ് കൊണ്ട് നിന്റെ എല്ലാം നശിച്ചുപോയി. നീ ഇപ്പോൾ ആ നഷ്ടബോധം നിന്നെ അലട്ടുന്നു. അത് സ്വപ്നത്തിൽ കൂടെ എപ്പോഴും മടങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് നിന്നെ പറ്റിയുള്ള സത്യം. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരു വ്യക്തിയുടെ മാത്രമല്ല, ഒട്ടുമുക്കാലും എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ നാം തിരിച്ചറിയും. ഇത് സാർവലൗകികമായ മനുഷ്യന്റെ അവസ്ഥയാണ്. ദിസ് ഈസ് ദി യൂണിവേഴ്സൽ ഹ്യൂമൻ കണ്ടീഷൻ. അതുകൊണ്ടാണ് യേശു പറയുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും. കാരണം യേശു കണ്ട സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും നിർജീവരായി രണ്ട് കാലിൽ നടക്കുന്നവരാണ്. എന്നാൽ അത് മാത്രം പോരാ, സമൃദ്ധമായ ജീവൻ ഉണ്ടാകുക. ഈ തരുണത്തിൽ ഒരു വ്യക്തിപരമായ അനുഭവം കൂടെ സൂചിപ്പിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള പെന്തക്കോസ്ത് വിശ്വാസിയായ ഒരു ഞാൻ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തി ഒരു ദിവസം എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു, കുട്ടികൾ വളരുമ്പോൾ എത്ര വയസ്സ് വരെയാണ് അവരെ നല്ലതായിട്ട് പരിശീലിപ്പിക്കാൻ സാധിക്കും? ഞാൻ പറഞ്ഞു, ഇപ്പോഴുള്ള അറിവനുസരിച്ച് ശാസ്ത്രീയമായി പറയുമ്പോൾ 8 വയസ്സ് വരെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനായത് ചോദിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന് ഫെയ്ത്ത് ഹോമിലോട്ട് പോവുകയാണ്, അവിടെ ഇന്ന് എനിക്കാണ് പ്രസംഗിക്കേണ്ടത്. അപ്പോൾ അവിടെയുള്ള മാതാപിതാക്കന്മാരെ ഒന്ന് ഗുണദോഷിക്കാനാണ്. കുഞ്ഞുങ്ങൾ ആരാധന അലങ്കോലപ്പെടുത്തുന്നു. അവരെ മര്യാദയ്ക്ക് അടക്കിയിരുത്താനായിട്ട് മാതാപിതാക്കന്മാർ കൂട്ടാക്കുന്നില്ല, അവരെ അച്ചടക്കത്തോടെ വളർത്തുന്നില്ല. അപ്പോൾ അത് ഒരു വലിയ പ്രശ്നമായിട്ടാണ്, ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടാണ് ആ സഹോദരിക്ക് തോന്നുന്നത്. അത് ആത്മാർത്ഥമായി, വളരെ ആത്മാർത്ഥമായി, വളരെ ഗൗരവത്തോടെ 100% ആത്മാർത്ഥമായി പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ
കുഞ്ഞുങ്ങൾ ആരാധനാമധ്യേ ശബ്ദമുണ്ടാക്കുന്നതാണോ? അല്ല പാസ്റ്റർ മറുഭാഷ എന്ന് പറഞ്ഞ് മൃഗങ്ങളെ പോലെ അലറുന്നതാണോ? ഏതാണ് ദൈവത്തിന് ഇഷ്ടമാകാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ ഒരു പ്രശ്നമായി മാറി. ഞാൻ പറഞ്ഞു വന്നത്, ആരാധനയുടെ കാര്യത്തിൽ പോലും നാം യഥാർത്ഥത്തിൽ ജീവിക്കുന്നില്ല. ഏതോ ആശയങ്ങൾ, എവിടെ നിന്നോ കേട്ട ആശയങ്ങൾ. യേശു എന്ന് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ ഒടുവിൻ, അവരെ തടുക്കരുത്. ഈ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ ഒടുവെന്ന് പറയുമ്പോൾ അവർ കളിക്കും, അവർ ചിരിക്കും, അവർ തലകുത്തി മറിയും, അവർ മൂത്രിക്കും, ചിലപ്പോൾ കാഷ്ടിച്ചെന്നിരിക്കും. അതൊന്നും സാരമില്ല, അവരെ എൻ്റെ അടുക്കൽ വിട് എന്ന് യേശു പറയുന്നത് നമുക്ക് സ്വീകാര്യമല്ല. കാരണം ജീവിതത്തെ അപ്രകാരം തന്നെ അംഗീകരിക്കാനുള്ള ഒരു വിശാലത ക്രിസ്തുവിനുണ്ടായിരുന്നു, നമുക്കില്ല എന്നതൊരു യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. നമ്മൾ അതിന് പകരം മറ്റ് പല കാര്യങ്ങളോട് സ്ഥാപിച്ചിരിക്കുകയാണ്. ഭക്തിയായിരിക്കും, അല്ലെങ്കിൽ അച്ചടക്കത്തെ പറ്റിയുള്ള ചില ധാരണകളായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്ത് എനിക്കുള്ള അധികാരം, കസേര, അങ്ങനെ വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ ചില വ്യക്തിപരമായ വൈകല്യങ്ങളായിരിക്കും. പലവിധ കാരണങ്ങളാൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥയാണ്. ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ആ മഹാനെ നമുക്ക് കാണാവുന്നതാണ്. അവൻ സുപരിചിതനാണ്. എനിക്ക് തോന്നുന്നു യേശു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രശസ്തി ആർജിച്ച വ്യക്തി ഇദ്ദേഹമായിരിക്കും. സഖായി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജീവിക്കാൻ മറന്നുപോയ, ഞാൻ ആദ്യമേ അവതരിപ്പിച്ച ആശയമുണ്ടല്ലോ, ഓരോ വ്യക്തിയുടെ ജീവിതം രണ്ടായി തിരിക്കാം. ഒന്ന് ജീവിച്ച ജീവിതം, രണ്ട് ജീവിക്കാൻ കഴിയാതെ പോയ, ജീവിക്കാൻ മറന്നുപോയ ഒരു ജീവിതം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ സഖായി എന്ന് പറയുന്നത്. അത് അവന് മനസ്സിലായി. ഒരു ദിവസം അത് മനസ്സിലായി. അന്ന് വരെയും അവന് മനസ്സിലായില്ല. എല്ലാവരുടെയും നിന്നും അനധികൃതമായി നിയമം അനുശാസിക്കുന്നതിനപ്പുറത്ത് എന്താ പറയുന്നത്, ദ്രവ്യം അല്ലെങ്കിൽ പൈസ കരമായി വാങ്ങിച്ച് സ്വന്തം ധനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നപ്പോൾ, ധനപ്രാപ്തിയിലുള്ള മത്ത് പിടിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല യഥാർത്ഥത്തിൽ താൻ തന്നോട് നീതി പാലിക്കുന്നില്ല. മറ്റുള്ളവരോട് നീതി പാലിക്കാത്തവർ തന്നോട് തന്നെ നീതി പാലിക്കാൻ കഴിയുകയില്ലെന്ന അടിസ്ഥാന പ്രമാണം സഖായിക്ക് മനസ്സിലായില്ല. കാരണം പണക്കൊതിയന്മാർക്ക് അങ്ങനെയാണ്. അപ്പം അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ, ജീവിതം നന്നേ മുരടിച്ചപ്പോൾ അവന് ബോധം വന്നു, ഞാൻ എൻ്റെ ജീവിതത്തെ ജീവിക്കുകയല്ല, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ ഇറങ്ങി ഓടി. അതുവഴി പോകുന്ന നസ്രയനായ യേശുവിനെ ഒരു കാട്ടത്തിയുടെ മുകളിലെങ്കിലും കയറിയിരുന്നാൽ ഒന്ന് കാണാൻ, നടന്നു പോകുന്നവനെ ദൂരെ നിന്ന് കാണുകയെങ്കിലും ചെയ്യാൻ, മനുഷ്യപുത്രൻ എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കാൻ ഓടിപ്പോയതാണ് പാവം. പിന്നെ സംഭവിച്ചത് നമുക്കറിയാം. യേശു അവനെ ജീവന്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്ന സംഭവം ഞാൻ എൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ ഈ സമയത്ത് അതിനുവേണ്ടി സമയം മാറ്റിവെക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, യേശു ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യൻ്റെ ഈ അവസ്ഥ, അതായത് നാം ആരും ജീവിക്കുന്നില്ല, പൂർണ്ണമായ ജീവൻ നമുക്കുണ്ടോ ഇല്ലയോ എന്ന് പിന്നെ ചോദിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റം വരണം. ആ മാറ്റം വരാതെ മറ്റെന്തെല്ലാം നാം കാട്ടിക്കൂട്ടിയാലും യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കും. എന്താണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം? നമ്മെ ഓരോരുത്തരെയും സമാനതയില്ലാതെ വ്യക്തിത്വത്തിൻ്റെ വിത്തായി ഈ ലോകത്തിലാക്കി വച്ചിരിക്കുമ്പോൾ, ആ സാധ്യതകളുടെ പൂർണ്ണത പ്രാപിക്കുകയും അത് വെളിപ്പെടുത്തുന്നതിൽ കൂടെ ദൈവത്തിൻ്റെ നീതിയും സ്വഭാവവും മാഹാത്മ്യവും മറ്റുള്ളവർക്ക് ആധികാരികമായ അനുഭവമായി മനസ്സിലാക്കാനുള്ള വഴിയൊരുക്കുകയും ചെയ്യുക. അതാണ് ദൈവഹിതം. നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പറയുമ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ ഹിതം. പക്ഷേ അത് സാധിക്കണമെങ്കിൽ നാം ജീവനുള്ളവരായിരിക്കണം. പോരാ, സമൃദ്ധമായ ജീവനുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരെ പറ്റിയാണ് യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ജീവനില്ലാത്തവൻ എങ്ങനെയാണ് ലോകത്തിൻ്റെ വെളിച്ചമാക്കിയത്? അപ്പോൾ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും നാം വായിക്കുമ്പോൾ, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. എന്തുകൊണ്ട്? ഈ ലോകത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആരും
സമൃദ്ധമായ ജീവൻ അനുഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആരും ജീവിക്കാൻ പോലും കൂട്ടാക്കാതെ അവരുടെ ജീവിതത്തെ, അവരുടെ വ്യക്തിത്വത്തിൻ്റെ മഹനീയമായ സാധ്യതകളെ മറന്നും അവഗണിച്ചും അങ്ങനെയൊന്നും ഇല്ല എന്ന് തെറ്റിദ്ധരിച്ചും ആളുകൾ കഴിയുകയാണ്. ഇതാണ് മനുഷ്യൻ്റെ ദുരവസ്ഥയുടെ ഏറ്റവും വിഷമമേറിയ ഭാഗം. ഇതിനൊരു മാറ്റം വരുത്തുവാനാണ് യേശു വന്നത്. അതിന് പകരം ആചാരാനുഷ്ഠാനങ്ങളുടെ പുറകെ പോകുന്നു, ആൾ ദൈവങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്താൽ വല്ലവും കിട്ടുമെന്ന് വിചാരിക്കുന്നു. 1 വെച്ചാൽ 10 കിട്ടും, 10 വെച്ചാൽ 100 കിട്ടും. ഇതൊക്കെ യാതൊരു അർത്ഥവുമില്ലാത്ത വെറും വർഗീയ മൊണ്ണത്തരങ്ങളാണ്. നിങ്ങളാകേണ്ടതുപോലെ ആയിത്തീരുവാനുള്ള നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിലേക്കുള്ള വഴിയാണ് യേശുക്രിസ്തു. ഞാൻ തന്നെ വഴിയെന്ന് യേശു പറയുമ്പോൾ, ഹീ ഈസ് ദ വേ ടു യുവർ ട്രൂ പേഴ്സണാലിറ്റി, ടു യുവർ ട്രൂ സെൽഫ്. അത് പ്രാപിക്കാതെ, നമുക്കറിയാം നാണയത്തിൽ കള്ള നാണയമുണ്ട്, കൗണ്ടർ ഫീറ്റ് കോയിൻ എന്ന് പറയും. അതിന് ഒരു വിലയുമില്ല. മറ്റേ നാണയം പോലെ ഇരുന്നാലും അതിന് യാതൊരു വിലയുമില്ല. നാം കൗണ്ടർ ഫീറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിൽ, കള്ള വ്യക്തിത്വങ്ങളാണെങ്കിൽ, ആധികാരികമായ വ്യക്തിത്വം പ്രാപിക്കാൻ കൂട്ടാക്കാതെ മറ്റെന്തൊക്കെയോ നാടകം കളിച്ച് നടന്നാൽ നമുക്ക് സ്വർഗത്തിൽ വലിയ വലിയ മണിമാളിക പണിതിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എന്ന് നാം വിശ്വസിക്കുമ്പോൾ, അതിലേക്ക് നമ്മളെ വഴി നടത്താൻ ചില ആളുകൾ എന്താ പറയുക ഒരുങ്ങി വരുമ്പോൾ, അവരിൽ നിന്ന് കഴിയുമെങ്കിൽ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക എന്നല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. അപ്പോൾ നാം യേശുവിനെ കൈക്കൊണ്ടിട്ടുണ്ടോ? യേശു യഥാർത്ഥത്തിൽ നമ്മുടെ രക്ഷകനാണോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണോ? നാം കർത്താവെ കർത്താവ് എന്നൊക്കെ വിളിക്കുന്നല്ലോ, ആ കർത്താവ് നമ്മളുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? യേശു നൽകിയ മാനദണ്ഡമല്ലേ സമൃദ്ധമായ ജീവൻ എന്ന മാനദണ്ഡം കൊണ്ട് നാം നമ്മെ തന്നെ അളന്നാൽ നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ടാകുമോ, അല്ല നാം വൈക്ലഭ്യം അനുഭവിക്കുമോ? ഇത് മാത്രമാണ് ചോദ്യം. ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും തുറന്ന മനസ്സോടെ ഇത് സംബന്ധമായ തുടർന്നുള്ള അന്വേഷണം നടത്തുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.